ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് തുഷ് വ്ളോഗ്സ്. എല്ലാവർക്കും തുഷ് വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വ്ളോഗാണോ? അല്ല. ഡേ ടു ഡേ ലൈഫ് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും വ്ളോഗാണോ? അതുമല്ല. ഇന്ന് നമ്മൾ ഒരു ബ്യൂട്ടി വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്യൂട്ടി വ്ളോഗ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയോ പ്രൊഡക്ട്സിനെ പറ്റി അതിനെപ്പറ്റി ഞാൻ അഭിപ്രായമോ എന്തെങ്കിലുമൊക്കെ പറയാനായിരിക്കും വിചാരിക്കുന്നതെന്ന്. അതൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഓയിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു സാധനമൊന്നുമല്ല, വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനം. നമുക്ക് ആയുർവേദ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓയിൽ. ഇത് 100% റിസൾട്ട് തരുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് കുറേ പൊടിക്കൈകൾ അറിയാം. കുറേ നാച്ചുറലായിട്ട് ഏതൊക്കെ രീതിയിൽ നമ്മളെ ബ്യൂട്ടി വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ അമ്മയ്ക്ക് അറിയാം. അതിലുള്ള ഒന്നാണ് ഇതെന്ന് വെച്ചാൽ വളരെ എഫക്റ്റീവായ ഒരു സംഭവമാണ് ഈ ഓയിൽ. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഇതിനാവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു 4 സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമെന്നേ ഉള്ളൂ. അതും ആയുർവേദ ഷോപ്പിൽ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും ചെയ്യും. ഇത് വാങ്ങിയിട്ട് നിങ്ങൾ ഈ ഓയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ കിച്ചണിലേക്കാണ് പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ എണ്ണ ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഇതിന് 4 സാധനങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന്. അപ്പം 4 സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിലാദ്യം നമുക്ക് വേണ്ട സാധനമാണ് എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ. ഇത് 1 ലിറ്ററാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നിങ്ങൾക്കിപ്പം ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ 1 ലിറ്റർ വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ഞാനിവിടെ എടുക്കുന്നത് 1 ലിറ്റർ എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ 1 ലിറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് കരിഞ്ജീരകം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് സാധനം. ഇത് നമ്മളുടെ ആയുർവേദ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് എടുത്തു തരും. ഇത് ഞാൻ 50 ഗ്രാമാണ് എടുക്കുന്നത്. കരിഞ്ജീരകം കാണാത്ത ആൾക്കാർ ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് കരിഞ്ജീരകമാണ് സാധനം. ഇത് ആയുർവേദ ഷോപ്പിൽ ചെന്നിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി, അവർ നമുക്ക് എടുത്തു തരും. ഇനി അടുത്തത് പരിചയപ്പെടുത്താൻ പോകുന്ന സാധനം, ഈ പേര് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പം എൻ്റെ അമ്മ എൻ്റെ ബാക്ക് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മേനെ ശതകുപ്പ എന്നാണ് ഇതിൻ്റെ പേര്. ശതകുപ്പ. ഇത് 50 ഗ്രാമാണ് എടുക്കേണ്ടത്. ഇത് ആയുർവേദ ഷോപ്പിൽ നമുക്ക് കിട്ടുന്ന സാധനം തന്നെയാണ്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ക്യാമറേൻ്റെ മുന്നിലേക്ക് വരാൻ ലേശം മടിയുണ്ട്. അപ്പോൾ അമ്മ അവിടെ നിന്ന് എനിക്ക് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് ശതകുപ്പ എന്ന് പറയുന്ന സാധനം 50 ഗ്രാമാണ് വാങ്ങേണ്ടത്. കരിഞ്ജീരകവും 50 ഗ്രാം, ഇതും 50 ഗ്രാമാണ്. ഇതും ആയുർവേദ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ അടുത്തത് ലാസ്റ്റ് ഏത് സാധനമാണ് വേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ഇവിടെ ഞാൻ 50 ഗ്രാമാണ് എടുക്കുന്നത്. ഇത് നിങ്ങളുടെ ഒരു താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇടാം. ഇതിപ്പോൾ ഞാൻ ഇത്ര മഞ്ഞൾപ്പൊടി 50 ഗ്രാം മഞ്ഞൾപ്പൊടിയാണ് ഇത്ര സാധനത്തിലേക്ക് ഞാൻ എടുക്കുന്നത്. ഈ 4 സാധനങ്ങളുമാണ് നമുക്ക് ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനം. നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ശതകുപ്പിയും അതുപോലെ തന്നെ കരിഞ്ജീരകവും കൂടി ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്യാം. ഈ ശതകുപ്പ പറയുന്ന സാധനം, ഏകദേശം നമ്മളുടെ ഒരു ജീരകത്തിനെ പോലെ തന്നെ ആയിരിക്കും കാണാനൊക്കെ കേട്ടോ. അപ്പം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അയ്യോ ഇതിപ്പോൾ എന്താ ഇങ്ങനെയെന്ന് തോന്നും. എല്ലാവർക്കും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം ഇതിങ്ങനെയാണ് ഉണ്ടാക്കുക. പിന്നെ കരിഞ്ജീരകം ഇങ്ങനെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടി നമ്മളുടെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം.
അപ്പം നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മളെ ശതകുപ്പിയും കരിഞ്ജീരകവും കൂടി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ആവാൻ കേട്ടോ. അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി എടുക്കുക, എന്നിട്ട് അത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മിക്സാക്കി പൊടിച്ച് വെച്ചില്ലേ, ആ പൊടിച്ച പൊടി കംപ്ലീറ്റ് നമ്മൾ ഈ ചീനച്ചട്ടിയിലേക്ക് ഇടുക. ഇത് ചൂടാവാൻ, നമ്മുടെ ചീനച്ചട്ടി ചൂടാവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഇത് നമ്മൾ ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മളുടെ എണ്ണ, ഏത് എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ, ഇതിന്റെ പകുതി നിങ്ങൾ എന്ത് ചെയ്യുക, പകുതി അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. ആദ്യം ഫുൾ ഒഴിക്കരുത്, ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം ഇത് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ആദ്യം ഒഴിക്കുന്നത്. ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് എണ്ണ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. കുറച്ച് എണ്ണ ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് എന്താവണം, ഇത് വെന്ത് വരണം. വെന്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. ആ സ്മെല്ല് കിട്ടിയതിന് ശേഷം കംപ്ലീറ്റ് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, നമ്മുടെ ചീനച്ചട്ടി ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ അതിൻ്റെ മുന്നേ തന്നെ, മീൻസ് അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം തന്നെ നിങ്ങൾ എന്താ ചെയ്യുക, ഈ പൊടി അതിലേക്ക് ഇടുക. എന്നിട്ട് ഇതേപോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാവും. കമോൺ ഏകദേശം കണ്ടാൽ തന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതാവുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ചിട്ട് നമുക്ക് നല്ലൊന്ന് വെന്ത് വരുന്നൊരു സ്മെല്ല് നമുക്ക് അടിക്കും. വെന്ത് വരുന്ന സ്മെല്ല് അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണിത്. കാരണം എന്താ വെച്ചാൽ, നമ്മളുടെ മുഖത്തൊക്കെ ഇങ്ങനെ കറുത്ത കളറിൽ വല്ല പാട്, അതുപോലെ മുഖക്കുരുവിൻ്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളതൊന്ന് അപ്ലൈ ചെയ്യുക. എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല. മുഖത്ത്, കഴുത്തിൻ്റെ അവിടെ, കൈക്ക് ഒക്കെ നിങ്ങൾ ഇത് തേച്ചിടുക. കഴുത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, നമ്മൾ സ്ത്രീകളുടെ കേസിൽ മെയിനായിട്ടാണ് കഴുത്തിൻ്റെ തടത്തിലൊക്കെ ഭയങ്കര കറുപ്പ് വരുന്നൊരു പ്രോബ്ലം. എനിക്കൊന്ന് കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ സ്ഥിതി ആണെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പം ചടിയൊക്കെ കെട്ടിയിട്ട് കറുപ്പ് കളർ വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഇത് ഡെയിലി യൂസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ആ കറുപ്പ് കളർ, കുട്ടികൾക്ക് നല്ല നമ്മൾ മുതിർന്ന ആൾക്കാർക്ക് ആയി കഴിഞ്ഞാലും ഇത് എന്താവും, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നല്ല കളർ വയ്ക്കും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. ഈ എണ്ണ തീരുന്ന വരെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് ഉണ്ട് ഇതിന്. നന്നായിട്ട് വേവണം ഈ സാധനം. കാരണം ഭയങ്കര ആയുർവേദിക് ആയിട്ടുള്ള സാധനം. കാരണം എണ്ണയിലേക്ക് നന്നായിട്ട് പിടിക്കണം, എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കാം. ശരിക്കും നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ എന്താ പറയുക, ആയുർവേദത്തിൻ്റെ ഒരു സ്മെല്ല് എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കേട്ടോ, എണ്ണയിലൊക്കെ സ്മെല്ല് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും. നല്ലൊരു സ്മെല്ലാണ്. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഏകദേശം ഒരു മൂത്ത സ്മെല്ല് വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ എണ്ണ കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം ഈ എണ്ണ മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് ആ എണ്ണയൊന്ന് അതുമായിട്ട് മിക്സ് ആയിട്ടൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് കടക്കാം. പിന്നെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിൽ നമ്മൾ മഞ്ഞളാണ് ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് പറയാറുണ്ട്, അവർക്ക് മഞ്ഞൾ എലർജി ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ പൊതുവേ ഈ എണ്ണനെ കൊണ്ട് ഒരു എലർജി പോലെ വരാനൊന്നും സാധ്യതയില്ല. എലർജി മീൻസ് മഞ്ഞൾ ചിലവർക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ എണ്ണ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴുത്തിൻ്റെയോ അല്ലെങ്കിൽ കയ്യിൻ്റെയോ ഭാഗത്ത് നിങ്ങളൊന്ന് തേച്ചിടുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ ശരീരത്തിന് അത് പറ്റുന്നുണ്ടോ ഇല്ലേന്ന്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മുഖത്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് അറിയാലോ എന്താണ് പറ്റുന്നുണ്ടോ ഇല്ലേന്ന്. അതുപോലെ തന്നെ മുഖത്ത് ഒക്കെ നമ്മൾ തുടക്കം എന്ത് എണ്ണയായാലും ശരി, എന്ത് ക്രീമൊക്കെ ആണെങ്കിലും ശരി, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ
കുറച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ നോക്കുക, നമ്മളെ ഫേസിന് അത് പറ്റുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല. ഞാൻ പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴായാലും നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് യൂസ് ചെയ്തിട്ട് വേണം, എന്നാലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് പിന്നെ കുറച്ച് അധികം യൂസ് ചെയ്യാമല്ലോ. നമ്മുടെ ബോഡി ആയിട്ട് അത് പറ്റുന്നുണ്ട്, നമ്മുടെ സ്കിന്നുമായിട്ട് അത് പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മഞ്ഞൾപ്പൊടിയാണ് ഇടേണ്ടത്. മഞ്ഞൾപ്പൊടി ഇത്തിരി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇതിൻ്റെ ഒരു ഗുണം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ സ്ട്രെച്ച് മാർക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പം സിസേറിയൻ കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ശരി, സുഖപ്രസവമായി കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാലും നമ്മുടെ വയറിൻ്റെ അവിടെ കംപ്ലീറ്റ് സ്ട്രെച്ച് മാർക്ക് നമുക്ക് ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുളിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഈ എണ്ണ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറും, കംപ്ലീറ്റ് ആയിട്ട് പോവും. ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. ഈ ഭാവി വ്ളോഗ്സിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ 100% റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരേണ്ടത് എങ്ങനെയാണ് നമ്മളുടെ സ്കിന്ന് ഗ്ലോ നല്ലോണം മിന്നി തിളങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നന്നായിട്ട് ഇടയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി, കാരണം അതൊന്ന് തിളയ്ക്കണമല്ലോ അത്. ഇതേപോലെ കുറേ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ അടുത്തുണ്ട്, ഐഡിയാസ് ഉണ്ട്. ഇനി വരുന്ന വ്ളോഗ്സിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കാരണം അമ്മയ്ക്ക് കുറേ ഐഡിയാസ് ഉണ്ട്. ഇത് അതിലുള്ള ആദ്യത്തെ ഒരു എണ്ണ മാത്രമാണ്. കാരണം ഞാൻ ക്രീംസും കാര്യങ്ങളും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ അടുത്ത കാലത്താണ്. കാരണം എനിക്ക് മടി വരാൻ തുടങ്ങിയത്. ഇങ്ങനത്തെ എണ്ണയും കാര്യങ്ങളൊക്കെ ഒരാൾ നമുക്ക് ഉണ്ടാക്കി തരികയാണെങ്കിൽ വളരെ എളുപ്പമാണല്ലോ. പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയങ്കര മടി ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇതൊക്കെ അടുത്ത് നിന്ന് ഒരാൾ നമുക്ക് പറഞ്ഞു തരണമല്ലോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അമ്മയാണ് പൊതുവെ ഇത് ഉണ്ടാക്കുന്ന ആൾ. ഇന്നിപ്പോൾ ക്യാമറേൻ്റെ മുന്നിലേക്ക് അമ്മയ്ക്ക് വരാൻ മടിയായിട്ടാണ് അമ്മ എനിക്ക് എല്ലാം പറഞ്ഞു തന്നു ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യണം, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യണം. അപ്പോൾ വരും നമ്മളുടെ എണ്ണ എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നൊന്ന് കാണാം. അപ്പം നമ്മളെ ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ എണ്ണേൻ്റെ ഒരു പരിവായി. ഇപ്പം ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളുടെ എണ്ണ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മഞ്ഞൾപ്പൊടി കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്തിരിയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം നമ്മൾ ഇത് വെക്കേണ്ട, കാരണം ഇത് തിളച്ച് തൂവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് ഓഫ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു ചൂടും ഉണ്ട്. ആ ഗ്യാസിൻ്റെ ആ ചൂടിൽ ഇതെന്ത് ആവും, മഞ്ഞൾപ്പൊടിയായിട്ടൊന്ന് മിക്സ് ആവും. കംപ്ലീറ്റ് മിക്സായി കണ്ടോ. അപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ പതുക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ എണ്ണയായി കണ്ടോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മളുടെ എണ്ണ ഉണ്ടാവുക. ഇനി ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചൂടൊക്കെ ആറി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്നു ഇതിൽ ഇപ്പോൾ കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ സാധനങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് എണ്ണ വേറെ കുപ്പിയിലേക്ക് നമ്മൾ മാറ്റണം. പക്ഷേ ഈ ഒരു ഇതിന് ഇപ്പോൾ ഞങ്ങളൊക്കെ പറയും എന്താണെന്ന് വെച്ചാൽ ബാക്കി വരുന്ന സാധനമല്ലേ, ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ കഴുത്തിൻ്റെ ഭാഗത്തും ഇവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ നല്ലതാണ്. ഇത് ഈ ഒരു സംഭവമില്ലേ, ബാക്കി വരുന്ന ഈ ചണ്ടി പോലത്തെ സാധനം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കളയേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് കഴുത്തിൻ്റെ എവിടെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുഖത്തൊക്കെ പുരട്ടേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ചൂടോടക്കനെ ചെയ്യരുത്, ആറിയിട്ട് നല്ല തണുപ്പ് മാറിക്കഴിഞ്ഞ് ചൂടോടക്കനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടോടക്കനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചൂടോടക്കനെ ഒന്നും ഫേസിലേക്ക് അടുപ്പിക്കാൻ പാടില്ല, കാരണം ഫേസിന് അത് നല്ലതല്ല.
ചൂടോടെ ഒന്നും ഇനിയിപ്പോൾ എണ്ണ ആയി കഴിഞ്ഞാൽ. പിന്നെ വേറൊരു പ്രത്യേക കാര്യം ഞാൻ വിട്ടുപോയതെന്ന് വെച്ചാൽ എൻ്റെ കൈമിലൊക്കെ മഞ്ഞളാണ് കേട്ടോ, കാര്യം വേണ്ട. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരുണ്ടാവില്ല, ഭയങ്കര അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് നല്ല ഇതായി വരും. അപ്പം അത് അങ്ങനെയുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സ്കിന്ന് നല്ല നിറം വയ്ക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മുഖത്തൊക്കെ കുരു വന്നിട്ട് കറുത്ത പാട് കുത്തു പോലെയൊക്കെ വന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യുക. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ, നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്നും മേൽ തേക്കുക, എന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. സാധാരണ എണ്ണ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് എണ്ണ തേച്ച് കുളിക്കുക പറഞ്ഞാൽ. ഈവൻ തലയിൽ വരെ എണ്ണ തേക്കാന്ന് വെച്ചാൽ മടിയുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ ഇപ്പോൾ ഭയങ്കര മടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് കാര്യമാക്കുക വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എണ്ണ ഇടുക. നമ്മൾക്ക് നമ്മളെ സൗന്ദര്യമാണല്ലോ, നമ്മളെ എന്താ പറയുക, നല്ല തിളങ്ങുന്ന സ്കിന്നൊക്കെ വേണമെന്ന് മനസ്സിലങ്ങോട്ട് വിചാരിച്ചിട്ട് ഈ എണ്ണ ഇങ്ങോട്ട് തേച്ചിടുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. നമുക്ക് എണ്ണ തേക്കുമ്പോൾ ആർക്കായാലും തലയിൽ വരെ എണ്ണ തേക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷനാണ്. അപ്പോൾ അത് കാര്യമാക്കണ്ട, നിങ്ങളിത് ചെയ്യുക. ഗുഡ് റിസൾട്ട് ആയിരിക്കും, 100% ഗ്യാരണ്ടി. അതുപോലെ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, മഞ്ഞൾ അലർജി ഉള്ള ആൾക്കാർ ആദ്യം കുറച്ച് മഞ്ഞൾ നിങ്ങളുടെ കഴുത്തിൻ്റെ ഇവിടെയോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഭാഗത്തോ നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യാം. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത് എല്ലാ സ്കിന്നിനും പറ്റും. അതുപോലെ തന്നെ മഞ്ഞൾ പൊടി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഒരു ഒരിക്കലും ആവില്ല. അലർജി ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും അത് പ്രശ്നമാവില്ല. നിങ്ങൾ കുറച്ച് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി, അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സ്വതവേ ഈ എണ്ണ ഉണ്ടാക്കുമ്പോൾ അമ്മ യൂസ് ചെയ്യുന്ന അരിപ്പയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിനായിട്ടൊന്ന് മാറ്റി വെക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യുക. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കരണ്ടി എടുത്തിട്ട് അപ്പം നമുക്ക് എണ്ണ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ നമ്മൾ ഇതിലേക്ക് മാറ്റും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഈ ഒരു ബാക്കി വരുന്ന ഈ ഒരു സാധനം നമ്മൾ കളയേണ്ട, അത് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മേലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ പൊതുവേ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലും നല്ലത് നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. കാരണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് പല സാധനങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു സ്കിന്നിന് ഒരു ഇത് കിട്ടുമെങ്കിലും അതുകൊണ്ട് പല ദോഷങ്ങളും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ ആദ്യക്കൂട്ടം ഇവിടെ നിന്ന് ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവന് ഇതൊക്കെ കണ്ടിട്ടേ അവനും ഇതിൻ്റെ കൂടെ വന്നിട്ട് ഇതൊക്കെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താലോ എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ യൂഷ്വലി ഇവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നന്നായിരുന്നു എന്നൊരു തോന്നൽ അവനുണ്ട്. ഇതാണ് നമ്മളുടെ എണ്ണ. ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു കുറേ സമയം, എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 2 മാസത്തോളം യൂസ് ചെയ്യാനുള്ള അത്ര എണ്ണ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടാവും ഇങ്ങനെയാണ് ഇപ്പം ഇത് വരിക ഉണ്ടല്ലേ. കാണുന്നുണ്ടാവും അടിയിലേക്ക്. ഞാൻ സെപ്പറേറ്റ് ഞാനിത് ഈ മറ്റേ കുപ്പിയിലേക്ക് തന്നെയാണ് കേട്ടോ, നമ്മൾ എള്ളെണ്ണ എടുത്ത കുപ്പിയില്ലേ ആ കുപ്പിയിൽ തന്നെയാണ് ഞാൻ ഈ എണ്ണ വെക്കാറ് കേട്ടോ. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു കുപ്പി ഞാൻ സൂക്ഷിച്ച് വെക്കാറില്ല. ആ എള്ളെണ്ണ എടുത്ത അതേ കുപ്പിയിലേക്ക് തന്നെയാണ് ഞാൻ ഈ എണ്ണ
ഒഴിച്ച് വെക്കാറ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഇത് തണുത്ത് ആറിയതിന് ശേഷമാണ് കേട്ടോ മുഖത്ത് ഒഴിക്കേണ്ടത്. ഇനി ആരും ചൂടോടൊക്കെ നിന്ന് മുഖത്ത് തേക്കരുത്. എല്ലാവരും ഇത് ചൂടൊക്കെ ആറിയിട്ട് കഴിയുന്നത് ഒരു രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ നല്ല തണുത്ത് ആറിയതിന് ശേഷം യൂസ് ചെയ്യുക. ഞാൻ കുറേ തവണ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പം അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമ്മൾ ഏകദേശം നമ്മളുടെ എണ്ണ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പം ലോക്ക്ഡൗൺ സമയമൊക്കെ അല്ലേ, നമ്മൾ വീട്ടിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഈ ഒരു എണ്ണ ഉണ്ടാക്കാനും ടൈം കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് നേരം മുഖത്തൊക്കെ ഇത് പിടിപ്പിച്ചിട്ടു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ നമ്മളെ കൊറോണ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും, ഹായ് എന്താണ് കളറൊക്കെ കൂടിയല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാമല്ലോ, ഞാനിങ്ങനൊരു സംഭവം എണ്ണ തേച്ചിട്ടാണ് ഇത്രയ്ക്ക് കളറൊക്കെ വെച്ചതും എൻ്റെ മുഖത്തുള്ള കുരു പോയതൊക്കെ എന്ന് പറയാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റത്തെ എൻ്റെ ബ്യൂട്ടി വ്ളോഗിൻ്റെ എൻ്റെ ആദ്യത്തെ തുടക്കം ഈ എണ്ണയെന്നാണ്. ഇനി വഴിയെ കുറേ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ കാണുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. റിസൾട്ട് എന്താണെങ്കിലും നിങ്ങൾ വിവരം അറിയിക്കുക. എല്ലാവരും ഇത് യൂസ് ചെയ്തിട്ട് വിവരം അറിയിക്കണം. അപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മളെ എണ്ണ ഏകദേശം ഇത് നന്നായിട്ട് ഇതിൽ തന്നെ ഉണ്ടാവും. ഇപ്പം എണ്ണ ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഇത്രയാണ് നമ്മളുടെ എണ്ണ ഇത്രയാക്കി നമ്മൾ. ഇനി ഇത് എങ്ങനെയാണ് നമ്മളെ ഫേസിൽ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നു. തണുത്ത് ആറട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മുഖത്ത് ഇച്ചിരി എൻ്റെ കൈയൊക്കെ മഞ്ഞ നിറമായിട്ടുണ്ട്. അപ്പോൾ അത് സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ പോകട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ എണ്ണ തണുത്ത് ആറിയതിന് ശേഷം ഞാൻ മുഖത്തൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ചണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. പിന്നെ നമ്മളുടെ എണ്ണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മളുടെ എണ്ണ. അത് ഞാൻ മാറ്റി വെച്ചിട്ടില്ല, കുറച്ച് ചൂടുണ്ട്. അപ്പം ആ എണ്ണ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുപ്പിയിലേക്ക് തന്നെ നമുക്കത് മാറ്റിയിട്ട് വയ്ക്കാം. ഇതാണ് നമ്മളുടെ എണ്ണ. അപ്പം നമ്മൾ നല്ല എന്താ പറയുക, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. 100% റിസൾട്ടാണ്. ഞാൻ യൂസ് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തിരക്കായപ്പോൾ ഇത് പിടിപ്പിച്ചിടാനുള്ളൊരു എനിക്കിട്ടൊരു മടി ഉണ്ടാവുമല്ലോ, മടി കാരണമാണ്. പക്ഷേ ഇന്ന് മുതൽ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. യൂസ് ചെയ്യാൻ തുടങ്ങാൻ വെച്ചാൽ എനിക്കിപ്പോൾ 2 മാസത്തേക്കുള്ള എണ്ണ ഉണ്ടാവും. അപ്പോൾ ഈ 2 മാസം ഞാനിത് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കുപ്പിയിലേക്ക് മാറ്റി. ആ കുപ്പി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഒരു കുപ്പി നിറയെ ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് യൂസ് ചെയ്യാൻ ഒരു 2 മാസത്തേക്കൊക്കെ ഉള്ളത് തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ എണ്ണ എടുത്തിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എണ്ണ എടുത്തത്. അപ്പോൾ ഈ എണ്ണ എടുത്തിട്ട് ഞാൻ മുഖത്ത് തേക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കഴുത്തിൻ്റെ നമ്മളുടെ ഈ സൈഡിലൊക്കെ, എനിക്കിപ്പോൾ ഈ സൈഡിലൊക്കെ നന്നായിട്ട് ഈ കറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കഴുത്തിൽ നമ്മൾ ഓർണമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഊരി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോഴേ കുറച്ചും കൂടി റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഊരി വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ കറുപ്പും കാര്യങ്ങളൊക്കെ എൻ്റേത് പോയതായിരുന്നു. പക്ഷേ അത് വീണ്ടും വന്നു. അപ്പോൾ എന്താ വെച്ചാൽ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് തേച്ച് ഈ സംഭവം തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റണം. അതുപോലെ തന്നെയാണ് കണ്ണിൻ്റെ എല്ലാം, ഇവിടെ കണ്ണിൻ്റെ തടത്തിലൊക്കെ കറുപ്പ് വീണിട്ട്, അതുപോലെ ഫേസിൻ്റെ ഇവിടെ ചെറിയ ചെറിയ കുത്തുകളും ഒക്കെ കാണാൻ നിങ്ങൾക്ക് പറ്റും. അതൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും നമ്മളിങ്ങനെ ഫേസ് ക്രീമോ എന്തെങ്കിലുമൊക്കെ ഇടുന്ന സമയത്ത്, അതുപോലെ പ്രത്യേകിച്ച് ഈ ആയുർവേദിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക വെച്ചാൽ മുടിയൊക്കെ നന്നായിട്ടൊന്ന് മുകളിലേക്ക് കെട്ടുക. തീരെ മുടീൻ്റെ മുകളിലേക്ക്, പ്രത്യേകിച്ച് ഇത് മഞ്ഞളിൻ്റെയൊക്കെ സാധനമാകുമ്പോൾ നമ്മളെ ഹെയറിൽ തട്ടാതിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ മുടി നന്നായിട്ട് കെട്ടി വെച്ചിട്ട് വേണം മുഖത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിത് ജസ്റ്റ് നമ്മൾ ഓയിൽ തേക്കില്ലേ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ
നമ്മളുടെ മുഖത്തൊക്കെ തേച്ചിടുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനിപ്പോൾ തേക്കുന്നത്. ഇങ്ങനെ നമ്മൾ തേക്കാം. ഇവിടെയൊക്കെ നമ്മൾ നൈസായിട്ട് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് ഇവിടെ രോമം പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ രോമമൊക്കെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് തേച്ചാൽ മതി. അതുപോലെ ഈ ഭാഗത്ത് നമ്മളുടെ ഈ ഒരു സൈഡിലൊക്കെയാണ് മെയിനായിട്ട് ഈ കറുത്ത കുരു വന്നിട്ട് കറുത്ത കുത്ത് പോലെ വരുന്നത്. അപ്പോൾ അത് ഇതേപോലെ നിങ്ങൾ തേച്ചിടുക. കണ്ടില്ലേ, മഞ്ഞ കളർ ഉണ്ടാവും കേട്ടോ, നമ്മുടെ ഫേസിനൊരു മഞ്ഞ കളർ ഉണ്ടാവും. പക്ഷേ ഇപ്പം നമ്മൾ പുറത്തൊന്നും പോകുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ നിങ്ങൾ തേച്ചിടുക. അതുപോലെ നിങ്ങൾ കഴുത്തിൻ്റെ ഭാഗമാണെങ്കിൽ കഴുത്തിൻ്റെ ഭാഗം നിങ്ങൾ ഇതേപോലെ തേച്ചിടുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതിപ്പോൾ എനിക്ക് കംപ്ലീറ്റ് തേക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മളുടെ കൈക്ക് നമുക്ക് തേച്ചിടാം. അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചിരുന്നു, ഇതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ആ സംഭവം. അത് നമ്മുടെ കൈയിൻ്റെ മുകളിൽ, നമ്മളൊക്കെ യൂഷ്വലി കൈയിൻ്റെ ഇവിടെയൊക്കെ വാക്സ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഉരച്ച് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ കൈക്കൊക്കെ പൊതുവേ ഈ ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമുക്കൊരു കറുത്ത കളർ പോലെ നമുക്ക് പൊതുവേ വരാറുണ്ട്. അപ്പം നിങ്ങൾ ഈ എണ്ണ പൊതുവേ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ കറുപ്പ് കളറൊക്കെ പെട്ടെന്ന് പോവും. പിന്നെ ഞാൻ ഡ്രൈനെസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരും ഇത് യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ യൂസ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കുറച്ച് നേരം നിങ്ങൾ പിടിപ്പിച്ച് വയ്ക്കുക, എന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളയുക. അത് കുളിക്കുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം കുളിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ തേച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇപ്പോൾ അല്ലാതെ നമ്മൾ കുറച്ച് ടൈം കിട്ടിയിട്ട് വെറുതെ തേച്ചിടുന്നതിനെക്കാളും ബെറ്റർ, ഏറ്റവും നല്ലത് ഇതാണ്. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു മൊത്തത്തിലൊരു മേക്ക് ഓവർ പോലെ ആവുമല്ലോ എന്തായാലും. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാ എണ്ണ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഷുവറായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ നല്ല നല്ല വ്ളോഗുമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗുമായി കാണുന്നവരെ ബൈ.